നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ശരിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് CSDS ലോക് നീതി സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് CSDSന്റെ മേധാവി സഞ്ജയ് കുമാർ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസും CPM-ഉം മറ്റ് ഇന്ത്യ മുന്നണിക്കാരും വോട്ട് ചോർച്ചയും വോട്ട് ക്രമക്കേടും ആരോപിച്ചത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. മാത്രവുമല്ല, ഈ റിപ്പോർട്ട് മുറുകെ പിടിച്ചുകൊണ്ട് രാഹുൽ വോട്ട് അധികാര യാത്ര തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ഹർജി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. നുണക്കഥകൾ പൊളിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് ഈ യാത്രയുമായി മുന്നോട്ട് തന്നെയാണോ? ജനാധിപത്യ രീതിയിൽ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കി അപകടകരമായ ബദൽ മാർഗങ്ങൾ തേടുകയാണോ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ? ആരുടെ ട്രോജൻ കുതിരയാണ് രാഹുൽ? ഉയരുന്ന ചോദ്യങ്ങൾ അനവധിയാണ്. ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ അതിഥികളായി എത്തുന്നത് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ BJP, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. ആദ്യം കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു വീണിരിക്കുന്ന സാഹചര്യം, എന്താണോ രാഹുൽ ഇതിനാധാരമായി പറഞ്ഞത് CSDSന്റെ റിപ്പോർട്ടായിരുന്നു. ആ സർവേ തന്നെ ശരിയല്ല, തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് CSDSന്റെ മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായ വലിയൊരു ഡെവലപ്മെന്റ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഇനിയും ഇതേ നുണ തുടരാൻ കഴിയുമോ കോൺഗ്രസിന്? നീലിമ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റും അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതുമാണ്. ഒന്ന്, സഞ്ജയ് കുമാർ പറഞ്ഞ ഒരു കാര്യമോ സഞ്ജയ് കുമാറിന്റെ സർവേയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അല്ല കഴിഞ്ഞ 7-ാം തീയതി രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. സഞ്ജയ് കുമാറിന്റെ ഒരു സർവേയെക്കുറിച്ചോ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ക്രമക്കേടിനെ കുറിച്ചോ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അത് സമ്പൂർണമായും ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വോട്ട് ക്രമക്കേടിനെ കുറിച്ച് മാത്രമാണ് രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും. ഇപ്പോൾ അങ്ങ് ഇൻട്രോയിൽ പറഞ്ഞതുപോലുള്ള ഈ സഞ്ജയ് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും 7-ാം തീയതി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇപ്പോ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റൽ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ, ഇതിന്റെ CEO സഞ്ജയ് കുമാർ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അന്നത്തെ കണക്കെന്ന് പറഞ്ഞാൽ 3 അസംബ്ലി നിയോജക മണ്ഡലത്തെ കുറിച്ചാണ്. 4 അസംബ്ലി നിയോജക മണ്ഡലത്തെ കുറിച്ച്. അത് മഹാരാഷ്ട്രയിൽ മാത്രമായിട്ടുള്ളതാണ്. ഒന്ന് നാസിക് മണ്ഡലം, അവിടെ അദ്ദേഹം പറഞ്ഞത് 40% അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിന്ന് 47% വോട്ടിന്റെ വർധനവ് വന്നിരിക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് നാസിക് മണ്ഡലം. അടുത്തത് ഹിംഗന എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ കുറിച്ചാണ്, അത് മഹാരാഷ്ട്രയിലുള്ളത്. അവിടെ അദ്ദേഹം ആരോപിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും 43% വോട്ട് വർധനവ് വന്നിരിക്കുന്നു 2 അസംബ്ലി നിയോജകം. അടുത്ത 2 അസംബ്ലി നിയോജക മണ്ഡലം അദ്ദേഹം സൂചിപ്പിച്ചു. ഒന്ന് രാംടെക്കും അടുത്തത് ദേവിലാലിയാണ്. ഈ 2 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒന്നിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 38% വോട്ട് കുറവ് വന്നിരിക്കുന്നു, ഒന്നിൽ 36% വോട്ട് കുറവ് വന്നിരിക്കുന്നു. ഈ 4 അസംബ്ലി നിയോജക മണ്ഡലത്തെ കുറിച്ചുള്ള കണക്കുകളാണ് ഈ CSDS എന്ന് പറയുന്ന സംഘടനയും അതിന്റെ CEO ആയിട്ടുള്ള സഞ്ജയ് കുമാറും പുറത്ത് വിട്ടിട്ടുള്ളത്. ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ 7-ാം തീയതി നടന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഈ ആരോപണം അത് മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലും അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലൊക്കെ നടന്ന
ഈ വോട്ട് ക്രമക്കേടിനെ സൂചിപ്പിച്ചപ്പോൾ ആ കൂട്ടത്തിൽ സഞ്ജയകുമാർ എടുത്തു കാണിച്ച കാര്യം അത് 1000-ലൊന്നോ അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ള പല കണക്കുകളിലൊന്നോ ആയി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ബഹുമാന്യനായ AICCയുടെ വക്താവ് ശ്രീ പവൻ ഖേരയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും ഒക്കെ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യം ശരിയാണ്. ഇപ്പോ സഞ്ജയകുമാർ അദ്ദേഹത്തിന്റെ വാദഗതിയിൽ നിന്ന് പിന്മാറും, അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നത് ബോംബെ ഹൈക്കോടതിയിൽ ഇപ്പൊ സുപ്രീം കോടതിയിലെ കേസ് തള്ളിയെന്ന് അങ്ങ് പറയുന്നു. ബോംബെ ഹൈക്കോടതിയിൽ ഇപ്പോഴും ഒരു കേസ് നിൽക്കുന്നു. ആ കേസ് കൊടുത്തിട്ടുള്ളത് വാഞ്ചിത് ബഹുജൻ അഘാഡി എന്ന് പറയുന്ന പ്രകാശ് അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കറിന്റെ ചെറുമകനായിട്ടുള്ള പ്രകാശ് അംബേദ്കർ. അദ്ദേഹം ബോംബെയിലെ ഒരു പ്രമുഖനായ അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ്, ആ കേസ് പരിഗണിക്കുന്നത് AS ഗഡ്കരിയും അതുപോലെ തന്നെ കമൽ ഖാട്ടെ എന്ന് പറയുന്ന 2 അഭിഭാഷകരാണ് ബോംബെ ഹൈക്കോടതി. അദ്ദേഹത്തിന്റെ പ്രയർ തന്നെ, ആ പെറ്റീഷനിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിപ്പോഴും നിലനിൽക്കുകയാണ്, ആ ഹർജി നിലനിൽക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 75 ലക്ഷം വോട്ടുകൾ 75 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തത് മഹാരാഷ്ട്രയിൽ ആകമാനം പോൾ ചെയ്തത് 5 മണിക്ക് ശേഷമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 208 അസംബ്ലി നിയോജക മണ്ഡലത്തിലെ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ 19 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ EVM-ൽ എണ്ണിയിരിക്കുന്നു. അതുപോലെ തന്നെ 76 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകളാണ് EVM-ൽ. സേനാപതി വേണു ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. കോൺഗ്രസിന് ബൂത്ത് ഏജന്റുമാരൊന്നും ഉണ്ടായിരുന്നില്ലേ മഹാരാഷ്ട്രയിൽ? ഞാന് നീലിമ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ചോദിക്കാം. ഞാൻ അത് തന്നെയാണ് സാർ ചോദിക്കുന്നത്. നമുക്ക് ലഭ്യമായ ഒരു വിവരമനുസരിച്ച് 28,420 ബൂത്ത് ഏജന്റുമാർ കോൺഗ്രസിനുണ്ട്. ശ്രീ സേനാപതി വേണു അങ്ങ് പ്രാഥമികമായി ചില കാര്യങ്ങൾ പറഞ്ഞു. CSDSന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടല്ല ഇത്തരത്തിൽ രാഹുൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുകയും രാജ്യത്തെ മാധ്യമങ്ങൾ ഈ കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി. അപ്പൊ ഞാൻ സിമ്പിളായ അങ്ങയോടൊരു കാര്യം ചോദിക്കട്ടെ. ഒരൊറ്റ ബൂത്ത് ഏജന്റ് പോലും ഇല്ലേ കോൺഗ്രസിന് അപ്പോൾ മഹാരാഷ്ട്രയിൽ? ബൂത്ത് ഏജന്റുമാരില്ലായിരുന്നോ കോൺഗ്രസിന്റെ? ഞാൻ ചോദിക്കുന്ന കാസർഗോഡ് 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ബൂത്ത് ഏജന്റുമാരില്ലാത്തത് കൊണ്ടാണോ കള്ളയോട്ട് ചെയ്തു, ഇരട്ടയോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതി പോയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന് കാസർഗോഡ് BJPക്ക് ഇത്ര സംഘടനാ അന്ന് 53 വോട്ടിന്റെ പ്രശ്നം മാത്രമായിരുന്നു. ഹൈക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധി പ്രസ്താവം പുറപ്പെടുവിച്ചു. പക്ഷേ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയതിനാൽ അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യം കൊണ്ട് MLA ആകാൻ കഴിഞ്ഞില്ല. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ അങ്ങ് പ്രാഥമികമായ ഒരു കാര്യം പറഞ്ഞു. CSDSന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടല്ല രാഹുൽ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന്. മറ്റ് ഏജൻസികളുടെയും റിപ്പോർട്ട് ഇൻപുട്ട് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കരിവാരിത്തേക്കാൻ വലിയ ശ്രമം നടത്തിയത്. CSDSന്റെ റിപ്പോർട്ടിനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടല്ല എന്ന് അങ്ങ് പറയുകയാണ്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇതുവരെ CSDSനെ വേദവാക്യമായി കരുതിയവർ, ആ ബൈബിളും കൊണ്ട് നടന്നവരാണ് ഇപ്പോൾ CSDSനെ തള്ളിപ്പറയുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ നിലപാടിനെ ഈ ഘട്ടത്തിൽ കാണേണ്ടത്? ഞാൻ 2 ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, 7-ാം തീയതിത്തെ പത്രസമ്മേളനത്തിലെ ഗുരുതരമായ അബദ്ധം. എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ 7 സീറ്റിൽ ലീഡ് ചെയ്തു. അതായത് 8 അസംബ്ലി സീറ്റിൽ 7 എണ്ണത്തിൽ ഞങ്ങൾ ലീഡ് ചെയ്തു. എന്നാൽ 8ാമത്തെ സീറ്റ് മഹാദേവപുരം എണ്ണിയപ്പോൾ BJP 1,00,000-ലധികം വോട്ടിന് ലീഡ് ചെയ്തപ്പോൾ ഞങ്ങൾ 30,000 വോട്ടിന് തോറ്റു. അബദ്ധം. ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ 8 അസംബ്ലി സീറ്റിൽ 4 എണ്ണത്തിൽ BJPയും 4 എണ്ണത്തിൽ കോൺഗ്രസും ലീഡ് ചെയ്തു. BJP ലീഡ് ചെയ്ത 4 എണ്ണം എന്ന് പറയുന്നത് CV രാമൻ നഗർ, രഘു MLA ആയിട്ടുള്ള CV രാമൻ നഗർ BJP ലീഡ് ചെയ്തു. അത് കഴിഞ്ഞാൽ ഗാന്ധിനഗർ കോൺഗ്രസിന്റെ ദിനേശ് ഗുണ്ടറാവു 103 വോട്ടിന്, വെറും 103 വോട്ടിന് MLA ടിക്കറ്റിൽ ജയിച്ച സീറ്റിൽ 23,000 വോട്ടിന് ലോക്സഭയിൽ BJP ലീഡ് ചെയ്തു. 2. 3. രാജാജി നഗർ
ശ്രീ സുരേഷ് കുമാർ MLA ആയിട്ടുള്ള രാജാജി നഗറിൽ BJP ലീഡ് ചെയ്തു. 4 മഹാദേവ്പുരയിൽ BJP ലീഡ് ചെയ്തു. BJP ലീഡ് ചെയ്ത 4 അസംബ്ലി മണ്ഡലത്തിലെ കണക്കും കോൺഗ്രസ് ലീഡ് ചെയ്ത 4 അസംബ്ലി മണ്ഡലത്തിലെ കണക്കും അത് പൊതുസമക്ഷം ലഭ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, ഗൂഗിളിൽ വിക്കിപീഡിയയിലും ലഭ്യമാണ്. ഒരേ കണക്കാണ്. ഇത് രണ്ടും ഈ നാലും കൂട്ടി നോക്കിയാൽ 32,000 വോട്ടിൽ BJPക്ക് മൊത്തത്തിൽ ലീഡുണ്ട്. അങ്ങനെയാണ് BJP ബാംഗ്ലൂർ 4 സീറ്റിൽ BJPക്ക് ലഭിച്ച ലീഡ് കൂട്ടി നോക്കി, 4 സീറ്റിൽ കോൺഗ്രസിന് കിട്ടിയ ലീഡ് കൂട്ടി നോക്കിയപ്പോൾ 32,000 വോട്ട് BJPക്ക് കൂടുതൽ. രാഹുൽ ഗാന്ധി പറഞ്ഞ 7-1 കണക്ക് ഭൂലോക അബദ്ധം. ഇനി അവിടെ നിൽക്കട്ടെ. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ കേസ് കൊടുത്തു. 80ഓളം കള്ള വോട്ടുകൾ തെളിയിച്ചു. 89 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം. 80ഓളം വോട്ടുകൾ കള്ള വോട്ടാ തെളിയിച്ചു. പക്ഷെ അപ്പോൾ MLA മരിച്ചു. സിറ്റിംഗ് MLA ആർക്കെതിരെയാണോ കേസ് കൊടുത്തത് അയാൾ അബ്ദുൾ റസാഖ് മരിച്ചു. കേസ് അവിടെ അവസാനിച്ചു. മഹാരാഷ്ട്രയിൽ എത്ര കേസ് കൊടുത്തിട്ടുണ്ട്, എത്ര തോറ്റ സ്ഥാനാർത്ഥികൾ, അതായത് കോൺഗ്രസ് ശരത് പവാർ NCP ഉദ്ധവ് ഠാക്കറെ ശിവസേന സഖ്യത്തിന്റെ എത്ര തോറ്റ സ്ഥാനാർത്ഥികൾ കേസ് കൊടുത്തിട്ടുണ്ട്? 0. ഇനി ഞാൻ പറയാം, 53 വോട്ട് സീറ്റിൽ മാത്രം തോറ്റ മഹായുതി, അതായത് BJP ഷിൻഡെ ശിവസേന അജിത് പവാർ NCP സഖ്യത്തിലെ 2 സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ ഹർജി കൊടുത്തിട്ടുണ്ട്. ഇവർ 0 കൊടുത്തപ്പോൾ അവർ 2 കൊടുത്തു. ഇതാണ് അവസ്ഥ. ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഇലക്ഷനിൽ കൃത്രിമമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ബൂത്തുകളിലാണ്, മണ്ഡലാടിസ്ഥാനത്തിലാണ്. അതിനെതിരെ കേസ് കൊടുക്കേണ്ടത് മണ്ഡലാടിസ്ഥാനത്തിലാണ്. മഞ്ചേശ്വരത്ത് കൊടുത്തതുപോലെ, പണ്ട് അഴീക്കോട് കൊടുത്തതുപോലെ, ഇങ്ങനെയൊക്കെ പണ്ട് പറവൂര് കൊടുത്തതുപോലെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഹർജി വിജയിച്ച മണ്ഡല. പിന്നെ മൂവാറ്റുപുഴയിൽ പണ്ട് കൊടുത്തതുപോലെ മണ്ഡലാടിസ്ഥാനത്തിൽ കൊടുക്കണം. മണ്ഡലാടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഹർജികൾ ഫയൽ. എത്ര എണ്ണം ഫയൽ ചെയ്തിട്ടുണ്ട്? 0. അപ്പോ ഈ 2 സത്യം മറച്ചു വെച്ചുകൊണ്ട് ദയവിധി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ഞാൻ പ്രാഥമികമായി പറയുന്നു. ബാക്കി പിന്നെ പറയാം. സേനാപതി വേണു, അതാണ് മഹാരാഷ്ട്രയുടെ യാഥാർത്ഥ്യം. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സഞ്ജയ് കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നാഗ്പൂർ പോലീസ്. നിങ്ങൾ 3 പേരും അഭിഭാഷകരാണ്. BNSന്റെ സെക്ഷൻ 175, 351 1B, 212, 340 1, 2. അപ്പോൾ തെറ്റായ വിവരങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ, വലിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് FIR എടുത്തിരിക്കുകയാണ് നാഗ്പൂർ പോലീസ്. ശ്രീ VP ശ്രീപത്മനാഭൻ, അതുകൂടി നമുക്കൊന്ന് പരാമർശിച്ചു പോകാം. ഇപ്പോൾ ഈ വകുപ്പുകൾ അനുസരിച്ച് ഈ വകുപ്പിൻ്റെ കാര്യങ്ങൾ, നിയമപരമായ വശങ്ങൾ എനിക്കറിയില്ല. അഭിഭാഷകൻ എന്ന നിലയിൽ അങ്ങേക്ക് ഇക്കാര്യത്തിൽ ഒരു കൃത്യത വരുത്തി പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഇടുന്നുണ്ട്. അല്ല, ഇതിന്റെ വിഷയം എന്താ അറിയോ? രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനം നിയമപ്രകാരമായ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പ്രക്രിയ നടത്തുന്നു. അതാണ് ഇലക്ഷൻ. വാട്ട് ഈസ് ഇലക്ഷൻ? Election is a process which has been carried out or which is being carried out by a constitutional authority, by the name Election Commission, within a legal framework, ഒരു നിയമപരമായ ചട്ടക്കൂടിൽ. അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ റദ്ദാക്കാൻ, അതിനെതിരെ സംശയങ്ങൾ ഉന്നയിക്കാൻ ആ സംവിധാനത്തിനകത്ത് 6 തവണ അവസരമുണ്ട്. 6 തവണ. ഈ 6 തവണയും അവസരം ഉപയോഗിക്കാതെ ഈ സംവിധാനത്തെ പറ്റി പൊതുജന സമക്ഷം വ്യാജ വാർത്തകളും വ്യാജ കണക്കുകളും പ്രചരിപ്പിക്കുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യദ്രോഹമാണ്. അപ്പൊ അതുകൊണ്ട് കേസ് വരട്ടെ, കേസ് കോടതിയിലെത്തട്ടെ, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതായാലും അതിഗുരുതരമായ വീഴ്ച ഈ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. യെസ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ രാഹുലിൻ്റെ ഈ പരാമർശങ്ങൾ, ഈ വാർത്താ സമ്മേളനം മായി ബന്ധപ്പെട്ടാണല്ലോ CPM ഇത്തരത്തിൽ വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്.
ഇപ്പോൾ വളരെ കൃത്യമായി നിയമ സംവിധാനങ്ങൾ ഇടപെട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ ആധികാരികത തന്നെ ശരിയല്ല എന്ന് CDS തന്നെ അത് തള്ളി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ CDSന്റെ ഡാറ്റയെ എടുത്തുകൊണ്ടാണ് നിങ്ങളടക്കം CPM അടക്കം BJPക്കെതിരെ ഇവിടെ പ്രചാരണം നടത്തുന്നത്. അതിൽ നിന്നും പിന്മാറാൻ സമയമായോ? നിലിമ, ഈ CSDSന്റെ കോ ഡയറക്ടർ പ്രൊഫസർ സഞ്ജയ് കുമാർ അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങൾ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വന്നിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള വോട്ട് വളർച്ചയെ സംബന്ധിച്ച് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം പറയുകയും അതിനെ തുടർന്ന് നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ICSSR ആണ് അവർ CSDSന് ഫണ്ട് ചെയ്യുന്ന സ്ഥാപനം. ICSSRന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. CSDSനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അപ്പോ CSDSന്റെ നിയന്ത്രണം പണം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള ICSSRനെ വഴി കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാനൊന്ന് ഇടപെടുന്നതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം. ഈ CSDSന് ഫണ്ട് നൽകുന്നത് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം മാത്രമല്ല. അങ്ങ് ഫോർഡ് ഫൗണ്ടേഷന്റെ അടക്കം സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സഞ്ജയ് കുമാർ. ഞാൻ അതിലേക്ക് വരാം, അങ്ങ് തുടർന്നോളൂ. അല്ല, അപ്പോൾ സ്വാഭാവികമായും ICSSR ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് ഒരുപക്ഷെ പ്രൊഫസർ സഞ്ജയ് കുമാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട 5 പ്രധാന ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങൾ നാളിതുവരെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം നൽകാനായിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് കൃത്രിമ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വ്യാജ മേൽവിലാസത്തിലും ഇല്ലാത്ത മേൽവിലാസത്തിലും വോട്ടർമാർ ഉള്ളതായി കാണിച്ചതെങ്ങനെ? ഒരേ മേൽവിലാസത്തിൽ അസ്വാഭാവികമായി വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതെങ്ങനെ? അവ്യക്തമായ ഫോട്ടോകളും വ്യക്തമല്ലാത്ത തരത്തിലുള്ള ചിത്രങ്ങളും വെച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് എങ്ങനെ? അതുപോലെ കന്നി വോട്ടർമാരെ ചേർക്കുന്ന ഫോം 6 പ്രകാരം വ്യാപകമായി എങ്ങനെ കള്ളവോട്ടുകൾ ചെയ്തു? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നാളിതുവരെ ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ഷൻ കമ്മീഷനെ സംശയ നിഴലിലാക്കുന്ന തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എത്തിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സംസാരിക്കുന്നത് BJP നേതാക്കന്മാരുടെ ഭാഷയിലും വാദമുഖങ്ങളുമാണ് എന്നുള്ളതാണ്. അങ്ങയുടെ ചാനൽ പോലും ഇന്ന് ഈ വിഷയം ഈ ആരോപണം ഉന്നയിച്ച രാഹുലിനോട് ആ ആരോപണത്തിന് തെളിവുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകൂ, അല്ലെങ്കിൽ മാപ്പ് പറയൂ എന്ന് പറയുന്നതാണോ BJPയുടെ ഭാഷ? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ? ഇപ്പോൾ അഡ്വക്കേറ്റ് BN ഹസ്കർ അങ്ങ് ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുകയാണ്. അങ്ങേക്ക് സ്വാഭാവികമായും ആ വിഷയത്തിൽ തെളിവ് നൽകാനുള്ള ധാർമ്മികമായ ബാധ്യത അങ്ങേക്കുണ്ട്. അങ്ങ് ഉന്നയിക്കുന്ന വിഷയം സത്യസന്ധമാണെങ്കിൽ താങ്കൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് ആ തെളിവ് താങ്കൾ ഹാജരാക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് BJPയുടെ നാവായി എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിലയിരുത്താൻ കഴിയും? അഡ്വക്കേറ്റ് BN ഹസ്കർ, ഒന്ന്, ഏറ്റവും പരമപ്രധാന ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ ആവശ്യപ്പെട്ടത് 1960 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് എന്ന് പറയുന്ന നിയമപ്രകാരമുള്ള ഒരു സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ്. 1. 2, ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തെ ജനങ്ങളെയും പൗരന്മാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വിധി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് കമൽനാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള വിധിയുടെ 26, 27 ഖണ്ഡികകളെ ഉദ്ധരിച്ചുകൊണ്ട് സ്വകാര്യതയുടെ ലംഘനമായതുകൊണ്ട് ജനങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സോഫ്റ്റ് കോപ്പി നൽകേണ്ടതില്ല അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി നൽകേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ വിധിയിൽ ഒരിടത്തും സ്വകാര്യതയുടെ ലംഘനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി പരിശോധിച്ചിട്ടില്ല എന്ന് ആ വിധി വായിക്കുന്ന മുഴുവൻ ആളുകൾക്കറിയാം. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, രാജ്യത്തെ പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത്തരത്തിലൊരു നിലപാടെടുത്തത് എന്നത് ഗതികേടാണ്. ഇതിൽ പരമപ്രധാനമായി കാണേണ്ടത് 2023 നമ്മൾ രാജ്യത്തൊരു നിയമം പാസാക്കിണ്ടായി. ആ നിയമത്തിന്റെ പ്രാബല്യത്തിലാണ് ഒരു ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയും
പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഒരാളും കൂടെ ഒരു മന്ത്രിയും കൂടെ ചേർന്ന് ആണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്നത്. അതിനു മുമ്പ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായിട്ടൊരു വിധി പ്രസ്താവിക്കുകയുണ്ടായിരുന്നു. ആ വിധിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. അതിനെ പാടെ സുപ്രീം കോടതി വിധിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കിരാത നിയമം രാജ്യത്ത് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയത്. ഭരണഘടനാപരമായി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതും ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ സ്വതന്ത്രമായി രാജ്യത്ത് ഇലക്ഷൻ നടത്തേണ്ട ബാധ്യതയുള്ളതുമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് BJPയുടെ വാലായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപമാണ് നിലവിലുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് പ്രൊഫസർ സഞ്ജയ് കുമാറിൻ്റെതായി വിഡ്രോ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. കാരണം CSDS ഫണ്ട് ചെയ്യുന്നത് ICSSR ആണെന്നുള്ളതുകൊണ്ടും ICSSRന്റെ ഭീഷണി അല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ചർച്ചയിലേക്ക് വരാം. അഡ്വക്കേറ്റ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് 1951 മുതൽ ഒരാൾക്ക് ഒറ്റ വോട്ടാണ് ഉള്ളത്. കള്ളവോട്ടുണ്ടെങ്കിൽ തെളിവ് കാണിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ അത് എങ്ങനെ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് എതിരാകും? അഡ്വക്കേറ്റ് BN ഭാസ്കർ, ആ ആർജവം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ടതല്ലേ? ഈ രാജ്യത്തിന്റെ 10% വോട്ടേ ഇപ്പോൾ ഉള്ളൂ. ആ 10% ജനതയെങ്കിലും പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ രാഹുൽ. ആ പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും വിധത്തിൽ ഒരു തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹാജരാക്കാൻ മടി? അത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളൊക്കെ അപ്രസക്തമായി എന്നൊക്കെയുള്ള മറുവാദം ഉന്നയിക്കുന്നത്? ആദ്യം ഈ ചോദ്യത്തിനല്ലേ മറുപടി വരേണ്ടത്, അഡ്വക്കേറ്റ് BN ഭാസ്കർ? അതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ നീലിമ. BJPയും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും അവകാശപ്പെടുന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായും ഈ വോട്ടർ പട്ടികയുടെ ഒരു ഡിജിറ്റൽ കോപ്പി ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള മിനിമം മര്യാദ അല്ലെങ്കിൽ മിനിമം ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ആ ഡിജിറ്റൽ കോപ്പി വോട്ടർ പട്ടികയുടെ നൽകി കഴിഞ്ഞാൽ വളരെ വേഗം ആ ഡിജിറ്റൽ കോപ്പിയിൽ നിന്ന് എങ്ങനെ ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ ഗവേഷകർക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഡിജിറ്റൽ കോപ്പി നൽകാതിരിക്കുന്നത്. അപ്പോ ഡിജിറ്റൽ വാദമൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വളരെ തമാശയായിട്ടാണ് കരുതേണ്ടി വരിക. കാരണം വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട് പഴയ ബാലറ്റ് രീതിയിലേക്ക് പോകണമെന്ന് ഒട്ടേറെ കാലം അതിനുവേണ്ടി വാശി പിടിച്ചവരാണ് രാഹുലും കൂട്ടരും ഇന്ത്യ മുന്നണിക്കാരും. അപ്പോൾ ഈ ഡിജിറ്റൽ കോപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോൾ തടിയൂരാൻ നടത്തുന്ന നീക്കങ്ങൾ ജനം തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച എടുത്തുകാട്ടിയ 2 വ്യക്തികളുണ്ട്. 2 പേരും ബീഹാറുകാരാണ്. ഒന്ന് ഒരു സുബോധ് കുമാർ, മറ്റേയാൾ ഒരു സ്ത്രീയാണ് രഞ്ജു ദേവി. സുബോധ് കുമാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്താ ഈ പരിപാടി നടക്കുമ്പോൾ, ബീഹാറിൽ ആ പരിപാടി നടക്കുമ്പോൾ രാഹുൽ സുബോധ് കുമാറിനെ അടുത്ത് വിളിക്കുകയും ആ അനുഭവം പങ്കുവയ്ക്കാൻ പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ സുബോധ് കുമാർ പറയുകയാണ്, അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് എൻ്റെ പേര് വെട്ടിമാറ്റി. അതേ സുബോധ് കുമാർ തന്നെ വളരെ കൃത്യമായി അത് പറഞ്ഞു പഠിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കുമ്പസാരം നടത്തിയിട്ടുണ്ട്. മറ്റൊരാൾ രഞ്ജു ദേവിയാണ്. രഞ്ജു ദേവി പറയുന്നത് താനടങ്ങുന്ന 6 അംഗ കുടുംബത്തിൻ്റെ വോട്ട് റദ്ദാക്കി, വെട്ടിമാറ്റി എന്നുള്ളതായിരുന്നു. അപ്പോൾ രഞ്ജു ദേവിയും ഇത്തരത്തിൽ തെറ്റുപറ്റി അവിടെയുള്ള ചില കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ വിളിക്കുമ്പോൾ രാഹുലിനോട് ഇക്കാര്യങ്ങൾ സംസാരിക്കണം, ഇങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്നു. അധികം വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണ്, ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. വലിയ നേതാക്കൾ വന്ന് പറയുമ്പോൾ അതുപോലെ പറയാനേ പറ്റൂ. പക്ഷേ ആ വോട്ട് മോഷ്ടിച്ചു എന്ന് പറയുന്ന ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് രഞ്ജു ദേവിയും പറയുകയാണ്. ഈ 2 ക്ലാസിക് എക്സാമ്പിളാണ് ബീഹാറിനെ കേന്ദ്രീകരിച്ച് വോട്ട് ക്രമക്കേട് നടന്നു എന്ന രീതിയിൽ രാഹുൽ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയാണ് ഈ വ്യക്തികളെ കേന്ദ്രീകരിച്ച് നടത്തിയ ആരോപണത്തെയും പ്രത്യാരോപണത്തെയും അങ്ങ് കാണുന്നത്? അല്ല, ഇപ്പം ഏതെങ്കിലും 2 വ്യക്തികൾ അവർ പറഞ്ഞ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒന്ന് അത് എങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞ കാര്യത്തെ മുഖവിലേക്ക് എടുക്കുക. അല്ല, അതിന്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. അല്ല, ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ സഞ്ജയ് കുമാർ എന്ന് പറഞ്ഞ ഒരാള് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എത്രയോ നാളുകളായി ഈ കാര്യങ്ങളെല്ലാം വന്ന്
ഈ 7-ാം തീയതിയിലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടാവുകയും ഇദ്ദേഹം മാപ്പ് കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയും ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിർദോഷമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നീലിമ അങ്ങേപോലെ ഒരാൾ പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ അത് കാണുന്നവർക്കോ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരിക. രാഹുൽ ഗാന്ധി എന്താണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് തെറ്റായ അഡ്രസ്സിൽ 40,009 ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു. ഫോം 6 ദുരുപയോഗം. സേനാപതി വേണു, ഞാൻ ചൂണ്ടിക്കാണിച്ച രഞ്ജു ദേവിയാണ്. രഞ്ജു ദേവി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഞാൻ അതൊക്കെ സമ്മതിച്ചെന്നേ. രഞ്ജു ദേവി സംസാരിക്കുന്ന കാര്യവും ഈ കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് കർണാടകയിലെ വലിയൊരു ബ്ലോഗറാണ്, വലിയ വ്യൂവേഴ്സ് ഉള്ള ബ്ലോഗറാണ്. ഇത്തരത്തിൽ വളരെ കൃത്യമായി രാഹുലിന് വേണ്ടി വലിയ പ്രചാരണം നടത്തുന്ന ആളുകളൊക്കെയാണ്. അവരൊക്കെ ഇപ്പോൾ മാപ്പ് പറഞ്ഞ് തടിയൂരുകയാണ്. ഈ അബദ്ധ പഞ്ചാംഗത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഇനിയും പല ആളുകളും മാപ്പ് പറയാനും, കാരണം ഇപ്പോ സഞ്ജയ് കുമാറിനെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞല്ലോ, ഇനി പല ആളുകളും മാപ്പ് പറയാനും ഒക്കെ വരും. പക്ഷെ മാപ്പ് പറയാതെ ഞങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടെന്നേ, ആ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് പറയുന്നു നിങ്ങൾ അഫിഡവിറ്റ് ഫയൽ ചെയ്യേ. ഞാൻ ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി നടത്തിയതുപോലെ അതേ വാർത്താ സമ്മേളനം നടത്തിയല്ലേ അനുരാഗ് ഠാക്കൂർ? അദ്ദേഹം മൈമുനയ്ക്ക് 3 വോട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ചിത്രം ഉയർത്തി കാണിച്ചല്ലോ. അദ്ദേഹം അനവധി അസംബ്ലി നിയോജക മണ്ഡലത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ട് ക്രമക്കേടിനെ കുറിച്ച്, ഇനി അതിനേക്കാൾ എല്ലാം ഉപരിയായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 93,500 വോട്ട് വ്യാജമായിട്ട് ചേർത്തു എന്നുള്ള ആ വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയല്ലോ. അദ്ദേഹത്തിന് ഡിജിറ്റൽ വോട്ടർ പട്ടിക കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ വിനീതമായിട്ട് ചോദിക്കുന്നു, അനുരാഗ് ഠാക്കൂർ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടതല്ലേ? അതോ അനുരാഗ് ഠാക്കൂറിനും BJP-ക്കാർക്കും പ്രത്യേക നിയമവും കോൺഗ്രസിന് പ്രത്യേകമായ ഒരു നിയമമാണോ? അങ്ങനെയില്ലല്ലോ. ഇത് നിയമം ബാധകമാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ബാധകമാണല്ലോ. അപ്പൊ അനുരാഗ് ഠാക്കൂർ പത്രസമ്മേളനം നടത്തി പുറത്തു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും സത്യവാങ്മൂലം കൊടുക്കുകയും വേണ്ട, വേറൊന്നും വേണ്ട. ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകളും അട്ടിമറികളുമാണ്. ആ വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേടുകളും അട്ടിമറികളും ഇവിടെ ബഹുമാന്യായ ശ്രീപത്മനാഭൻ സാറ് വളരെ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. വോട്ടർ പട്ടിക പരിശോധിക്കാൻ 6 സ്റ്റേജ് 7 സ്റ്റേജ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ആറ്റിങ്ങൽ അസംബ്ലി നിയോജകമണ്ഡലം നമ്മുടെ കേരളത്തിലാണല്ലോ. അടൂർ പ്രകാശ് 1,25,000-ഓളം അതിവിടെ ഇരട്ട വോട്ട് കാണിച്ചു കൊടുത്ത് അത് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് അവർ അംഗീകരിക്കാതെ ഹൈക്കോടതി വരെ പോകേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം വന്നു. നീലിമ അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കോൺഗ്രസിന് ബൂത്തുകളിൽ ഇലക്ഷൻ ഏജന്റുമാർ ഇല്ലായിരുന്നു എന്ന്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ശ്രീപത്മനാഭൻ സാർ മറന്നുപോയതോ പറയാത്തതോ ആയ ഒരു ഇലക്ഷൻ കേസുണ്ട്. അത് 1991 എടക്കാട് അസംബ്ലി നിയോജകമണ്ഡലത്തിലെ ഇലക്ഷൻ കേസാണ്. ഭരതിനെതിരെ 1,500 ചില്ലുവാനം വോട്ടുകൾ ഇരട്ട വോട്ട് ചെയ്തത് തെളിവ് സഹിതം കാണിച്ചു കൊടുത്ത് ഇലക്ഷൻ റദ്ദ് ചെയ്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ. എന്നിട്ട് തോറ്റ സ്ഥാനാർത്ഥി കെ സുധാകരനെ MLA ആയിട്ട് പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ, ഇന്ത്യയുടെ ചരിത്രത്തിലെ തെരഞ്ഞെടുപ്പ് കേസുകളിൽ ആദ്യത്തെ സംഭവമാണ്. ഇപ്പം വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ്, ഞാൻ ഒരു 2 മിനിറ്റ് അത് തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് കൂടി പറയുകയാണ്. RVS പെരിശാസ്ത്രി എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു, ശേഷം വരുന്നതിനൊക്കെ കുറച്ചു മുമ്പ്. അവർ റിട്ടയർ ആയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ അവരുടെ അഭിമുഖം വന്നു. അപ്പോൾ പത്രക്കാരൻ അവരോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി എങ്ങനെയാ, പോളിംഗ് ബൂത്തുകൾ കയ്യൂക്കുളവും വന്ന് പിടിച്ചെടുക്കുക, എന്നിട്ട് പോളിംഗ് ഓഫീസർമാരെ ഒന്നുകിൽ അടിച്ചോടിക്കുക, അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ അവരെ നിശബ്ദമാക്കിയിട്ട് വോട്ട് കുത്തിയിടുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ബൂത്ത് ക്യാപ്ചറിങ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ നടക്കുന്നത് സയന്റിഫിക് പോൾ റിഗിംഗ് ആണ്. ആ സയന്റിഫിക് പോൾ റിഗിംഗ് ആണ് ഒരേ ആളുടെ പേര് ഒരു അസംബ്ലി മണ്ഡലത്തിൽ പലയിടത്ത് ചേർക്കുക, പല അസംബ്ലി മണ്ഡലങ്ങളിൽ ചേർക്കുക. അത് ഇരട്ടയോട്ടാണ്. ഞാനൊരു ഇരട്ടയോട്ടിന്റെ ഒരു രക്തസാക്ഷിയായ ഒരാളും കൂടിയാണ്. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ 2014 ഇവിടെ ബൂത്ത് പിടിക്കലിനെ കുറിച്ച്, കോൺഗ്രസിന്റെ ആ മഹാപാരമ്പര്യത്തെ കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി ഇത് ഏറ്റുപറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കോൺഗ്രസിന്റെ ബൂത്ത് പിടുത്തത്തെ കുറിച്ച് കർണാടകയുടെ മന്ത്രിയാണ് പറഞ്ഞത്.
അല്ല, ഞാൻ കോൺഗ്രസ് ബൂത്ത് പിടിച്ചോ കമ്മ്യൂണിസ്റ്റ് ബൂത്ത് പിടിച്ചോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. വോട്ടിന്റെ അകത്ത് എങ്ങനെയാണ് ഇരട്ടി വോട്ടിന്റെ, ഞാൻ ഇരട്ടി വോട്ടിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 1109 വോട്ടിനാണ് തോറ്റത്. പക്ഷേ അവരാരും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലോ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഇരട്ടി വോട്ടല്ല. 10,000-ഓളം വോട്ടുകൾ തമിഴ്നാട്ടിൽ ഇരട്ടി വോട്ടുണ്ട്. അവരെല്ലാം സംഘടിതമായിട്ട് തെരഞ്ഞെടുപ്പ് ദിവസം ഞാൻ ഹൈക്കോടതിയിൽ ഹർജി നേടിയതാണ്, ഉത്തരവ് നേടിയതാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ടർമാർ കടന്നു വരുന്നത് തടയണം. പക്ഷെ അതിന് ബദലായിട്ട് അവർ പറഞ്ഞു യാത്രാ സൗകര്യം തടയാൻ പാടില്ല എന്ന് പറഞ്ഞ് ബദൽ ഹർജി കൊടുത്തു. ആ ആളുകളെല്ലാം വന്നു, അവർ വോട്ട് ചെയ്തു. ഇനി ഞാൻ അതിനെതിരെ കേസിന് പോയോ എന്ന് ചോദിച്ചു. ഞാൻ കേസിന് പോയി. എങ്ങനെയാ? ഞാൻ 45 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ പോയി 1119 വോട്ടുകൾ അത് കണ്ടെത്താൻ, കാരണം 1019 വോട്ട് ഇരട്ടി വോട്ട് കണ്ടെത്തിയാലാണല്ലോ എനിക്ക് എന്റെ ഹർജി നിൽക്കുകയുള്ളൂ. ഞാൻ തമിഴ്നാട്ടിൽ ഈ 45 ദിവസം കൊണ്ട് എനിക്ക് കിട്ടാവുന്ന ഒരു 10-50ഓളം ഇവിടെ വോട്ട് ചെയ്തവരും തമിഴ്നാട്ടിലുള്ളൂ. കാരണം അവിടുത്തെ വിദൂര ഗ്രാമങ്ങളിൽ പോയി ഇതൊന്നും 45 ദിവസങ്ങൾ കളക്ട് ചെയ്യില്ല. ഞാൻ ഹൈക്കോടതിയിൽ അതിന് ഉപരിയായി ഒരു ഹർജി കൊടുത്തു. ആ ഹർജിയിൽ മറ്റൊന്നുമല്ല, വോട്ടർ പട്ടികയും ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്റെ പ്രയർ. പക്ഷെ അപ്പോഴേക്കും പാർലമെന്റ് നിയമം പാസാക്കി വോട്ടർ പട്ടിക ആധാറുമായിട്ട് ബന്ധപ്പെടുത്താൻ പോവുകയാണ്. അപ്പൊ പിന്നെ ആ ഹർജി നിലനിൽക്കുന്നത്. പക്ഷെ പിന്നീട് വന്നതാണ് അതിലും ഭയങ്കരം. അത് മാൻഡേറ്ററി അല്ല, ഇഷ്ടമുള്ളവർ വോട്ടർ പട്ടികയും ആധാറുമായിട്ട് ബന്ധിപ്പിച്ചാൽ മതി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇടുക്കി ജില്ലയിൽ ചുരുങ്ങിയത് അത് ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം വോട്ടുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടർ പട്ടികയിൽ ഒരേ സമയം പേരുള്ള 10,000-ഓളം വോട്ടുകൾ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശ്രീപത്മനാഭൻ സാർ ചോദിക്കും, എന്തേ ഇതൊക്കെ തടയാനായിട്ട് പാർട്ടിയുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നു? ഞാൻ ചോദിക്കുന്ന, ആറ്റിങ്ങലിൽ 1,25,000-ഓളം വോട്ടർമാര് വ്യാജ ഇരട്ട വോട്ടർമാരുള്ള ഒരു നാട്ടിൽ ഇത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. രാഹുലിന്റെ മണ്ഡലമായ റായ്ബറേലിയിലെ കാര്യം നമ്മൾ എടുത്താൽ നിങ്ങൾ എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ രാഹുൽ രാജിവെക്കേണ്ടി വരില്ലേ? അവിടെ 2 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടോ എന്നുള്ളതാണ് ഈ രാഹുലിന്റെ ഇത്തരത്തിലുള്ള വലിയ കോലാഹലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. 19,512 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ, അതായത് ഇരട്ട വോട്ടുകൾ, 71,977 വ്യാജ വിലാസ എൻട്രികൾ, 92,747 എന്നിവ കൂട്ടത്തോടെ ചേർത്തു. അത് മാസ് എൻട്രി ആയിരുന്നു 92,747. അപ്പോൾ വ്യാജ വിലാസവുമായി ബന്ധിപ്പിച്ച 52,000 ബർത്ത് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വലിയ കോലാഹലം ഉണ്ടാക്കുമ്പോൾ ആദ്യം രാജിവെച്ച് പോകേണ്ടത് ആരാണ്? രാഹുലല്ലേ രാജിവെച്ച് പോകേണ്ടത്? അല്ല, അപ്പൊ നീലിമ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യവും ശ്രീപത്മനാഭൻ സാർ പറഞ്ഞ ചോദ്യവും ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. അവിടെ BJPയുടെ ബൂത്ത് ഏജന്റുമാരോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച BLA-മാരോ ഇല്ലായിരുന്നോ? അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ശ്രീ സേനാപതി വേണു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറുകൾ മൂലം, സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഈ വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുകൾ ഉണ്ടാകാം. പക്ഷേ ഒരാൾ ഒന്നിലധികം വോട്ട് ചെയ്തിട്ടുണ്ടോ അതാണ് കള്ളവോട്ട് എന്ന പരിധിയിലേക്ക് വരിക എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, നീലിമ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ സെക്ഷൻ 17 ഒന്ന് വായിച്ചു നോക്കുക. അതിൽ എഴുതിയിരിക്കുന്നു, നോ പേഴ്സൺ ടു ബി രജിസ്റ്റേർഡ് ഇൻ മോർ ദാൻ 1 കോൺസ്റ്റിറ്റ്യുവൻസി. ഒരാൾക്ക് ഒന്നിലധികം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആണല്ലോ, നിയമവിരുദ്ധമാണല്ലോ. 2, നോ പേഴ്സൺ ടു ബി രജിസ്റ്റേർഡ് മോർ ദാൻ വൺസ് ഇൻ എനി കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ, അത് സെക്ഷൻ 18 പറയുന്ന, ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ഒന്നിലധികം സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, ഒന്നിലധികം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാതെ വോട്ട് ചെയ്തു എന്നുള്ളതല്ല. 2 ഐഡന്റിറ്റി. ഇവിടെ സുരേഷ് ഗോപിക്കെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്താ? സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഓർഡിനറി റെസിഡന്റ് അല്ല. 6 മാസക്കാലം അവിടെ തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് താമസിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തും വോട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം വോട്ട് തിരുവനന്തപുരത്ത്. സേനാപതി വേണു, ഇതൊക്കെ വളരെ കാലം ചർച്ച ചെയ്തു പോയതാണ്. 1275 ബൂത്തുകളുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ. അതിൽ ഒരു മണ്ഡലത്തിൽ മാത്രമല്ലേ ഈ ക്രമക്കേട് ഉന്നയിക്കുന്നത്? അദ്ദേഹം വിജയിക്കുന്നത് 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനുള്ള മറുപടി അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ നൽകും. ഞാൻ ചോദിക്കുന്നത്, ഒരേ സമയം ഒരാളുടെ പേര് 2 പാർലമെന്റ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നു. അത് വെട്ടിമാറ്റാതെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നു. അത് ജനപ്രാതിനിധ്യ നിയമം 1950 സെക്ഷൻ 17. അങ്ങനെ ഇരിക്കട്ടെ, വാദത്തിന് അത് ശരിവെച്ചാൽ കൂടി അവിടെയും ബൂത്ത് ഏജന്റുമാരുണ്ടായിരുന്നില്ലേ? ഈ പ്രശ്നമൊക്കെ ചൂണ്ടിക്കാട്ടാൻ നിങ്ങൾക്ക് ആളുകൾ ഉണ്ടായിരുന്നില്ലേ? അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അങ്ങേക്ക് മറുപടി പറയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പണിയെടുത്ത ആളാണ്. ഞാൻ ചുമര് വെള്ളം വലിച്ചിട്ടുണ്ട്,
ഞാൻ ചുമര എഴുതിയിട്ടില്ല, കാരണം എന്റെ കൈയക്ഷരം നന്നല്ലാത്തത്. ഞാൻ ബൂത്ത് ഏജന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവരുടെ പേര് വിളിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ ടിക്ക് ചെയ്ത് അത് പിന്നീട് വെള്ളക്കടലാസിൽ എഴുതി പുറത്തേക്ക് കൊടുത്തയച്ച് ചെയ്യുന്ന പണി അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സംശയകരമായ വോട്ടർ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പോളിംഗ് ബൂത്തിൽ പുറത്ത് കെട്ടുന്ന ബൂത്തിൽ ഇരുന്നിട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ ഉത്സാഹിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുണ്ട്. ഞാൻ കൗണ്ടിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ ബാലറ്റ് പെട്ടി സീൽ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് എല്ലാ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കില്ലേ? ആ കരട് വോട്ടർ പട്ടികയുടെ കോപ്പി രാജ്യത്തെ അംഗീകാരമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടൂലേ? അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുക, ഞങ്ങളുടെ നാട്ടിലെ BJPക്കാരും ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരും 3-4 ആളുകൾ വട്ടമിരുന്ന് ആ വോട്ടർ പട്ടിക പഠിച്ച് അതിൽ ആ ബൂത്തിൽ വരാൻ പാടില്ലാത്ത വല്ല വോട്ടറും കയറി വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അതോടൊപ്പം ആ ബൂത്തിൽ വരേണ്ടതായ ആളുകൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ പേര് ചേർക്കാനും പേര് വെട്ടിമാറ്റാനുമുള്ള ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കും. ഹിയറിങ്ങിന് ആളുകളെ എത്തിച്ചു കൊടുക്കും. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു അസൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അത് സ്ഥാനാർത്ഥികൾക്ക് കിട്ടും. അപ്പോഴും അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാം. തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഡീഷണൽ ലിസ്റ്റ് സഹിതം ഒരു വോട്ടർ പട്ടിക വരും. ആ സമയത്ത് പരാതി കൊടുക്കാം. പക്ഷെ പരിഹാരം ഉണ്ടാവില്ല, കാരണം പരിഹരിക്കാൻ സമയമില്ല. ഇനി പോളിംഗ് ദിവസം പോളിംഗ് ബൂത്തിനകത്ത് ആ ബൂത്തിന്റെ അല്ലാത്ത ഒരു വോട്ടർ അല്ലെങ്കിൽ ഒരാൾക്ക് പകരം വേറൊരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ അത് ബഹളമാക്കാം, അത് ചാലഞ്ച് ചെയ്യാം. 5 രൂപ കെട്ടിവെച്ച് ചാലഞ്ച് ചെയ്യാം. അതിന് ഈ പൈസ ഇങ്ങനെ കോയിനാക്കി കയ്യിൽ വെക്കും, ഫോമും കയ്യിൽ വെക്കും. ഇത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രന്റെ ഏജന്റ് ആയിരുന്നു. ആ ഏജന്റ് ആയിരിക്കെ അവിടെ പൈവളിക്ക് ഒരു ബൂത്തിൽ ബ്ലാക്ക് സ്ലിപ്പ് കൊടുത്തതിൽ തകരാറുണ്ട് എന്ന് പറഞ്ഞ് UDFന്റെ ഏജന്റുമാർ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം റിട്ടേണിംഗ് ഓഫീസറും ഒബ്സർവറും ചേർന്ന് ഹിയറിംഗിന് വിളിച്ചിട്ട് ഞാൻ ഹിയറിംഗിന് വക്കീലായിട്ട് പോയി. അതിനു മുമ്പ് ഞാൻ കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ ഹിയറിംഗിന് വക്കീലായിട്ട് പോയിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസർ എടുത്ത്. ഇതും കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്യാം. അതായത് പോളിംഗ് കഴിഞ്ഞാലും എത്ര ബൂത്തുകളിൽ റീപോളിംഗ് നടത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. തിരുമറി നടന്നിട്ടുണ്ടെങ്കിൽ എത്ര ബൂത്തിൽ കേരളത്തിൽ വരെ റീപോളിംഗ് നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ എത്ര ബൂത്തിൽ റീപോളിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഓരോ ഘട്ടത്തിലും പരാതി കൊടുക്കുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യണ്ടേ. ഈ മഹാരാഷ്ട്രയിൽ ഒരു സിംഗിൾ പരാതിയില്ല. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാ, ഒരു സിംഗിൾ 28,420 BLAമാർ കോൺഗ്രസിനുണ്ട്. ഈ കോൺഗ്രസിന്റെ മാത്രം കാര്യമല്ല, ശരത് പവാറിന്റെ NCP ഏതാണ്ട് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഉദ്ധവ് ഠാക്കറെ ശിവസേന നല്ല കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഒരു പരാതിയില്ല. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്ര 40 ദിവസം പോട്ടെ, ഇത്ര ദിവസമായിട്ടും തോറ്റ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തോ? എന്നാൽ തോറ്റ 2 NDA കാൻഡിഡേറ്റ്സ് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ സെൻട്രലിൽ തോറ്റ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇവിടെ മൂവാറ്റുപുഴയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. അപ്പോഴേക്കും അടുത്ത ലോക്സഭ വന്നു കേട്ടോ, അത് വേറെ വിഷയം. എന്നാലും റദ്ദാക്കി. പണ്ട് പറവൂരിൽ റദ്ദാക്കി. ഞാൻ എടക്കാട് വിട്ടുപോയിട്ടില്ല, എന്നോട് തെറ്റി പറഞ്ഞു പോയതാണ്. ഞാൻ അഴീക്കോട് നിന്ന് അറിയാണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കണ്ണൂരിൽ റദ്ദാക്കിയത്. ഇങ്ങനെ കേരളത്തിൽ 3-4 തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മഹാരാഷ്ട്രയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല. ഒരു പെറ്റീഷൻ, ഒരു ഇലക്ഷൻ ഹർജി ആകെ ചെയ്തത് ചേതൻ ആനന്ദ് അഹിർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു NGOയുടെ ആള് മൊത്തം തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ പെറ്റീഷൻ കൊടുത്തു. അതിന് വകുപ്പുണ്ടോ? അതിന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ വകുപ്പുണ്ടോ? ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് വായിച്ചു തരുമോ? അത് ഹൈക്കോടതി തള്ളി കഴിഞ്ഞ വർഷം. ഈ വർഷം കഴിഞ്ഞ മിനിയാന്ന് അത് സുപ്രീം കോടതി തള്ളി. നിങ്ങൾ നിയമത്തിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യുകയും നിയമം പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് കുഴപ്പം. അവിടെയാണ് നിങ്ങളുടെ ബോണോഫൈഡ്സ്, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത്. മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇലക്ഷനിൽ കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്ന്.
അതുകൊണ്ടാണ് തോറ്റപ്പോ ഞങ്ങൾ കേസ് കൊടുത്തത്. 80 കള്ളവോട്ട് തെളിയിച്ചു. പക്ഷെ എതിർ സ്ഥാനാർത്ഥി MLA മരിച്ചുപോയി. ഇൻഫ്രക്ചസുമായി കേസ്. നിങ്ങൾ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് കർണാടക ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റിൽ ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തില്ല? ഞാൻ ചോദിക്കുന്നത് നിയമപരമായ ചോദ്യമാണ്. പത്രസമ്മേളനം നടത്തി പറയാനുള്ളതല്ല ഇലക്ഷൻ മാൽ പ്രാക്ടീസസ്. Election malpractices has to be challenged in the concerned High Court by an election petition. അതിനാണ് പോളിംഗ് ഏജന്റുമാർ, അതിനാണ് ബൂത്ത് ഏജന്റുമാർ, അതിനാണ് കൗണ്ടിംഗ് ഏജന്റുമാർ, അതിനാണ് ചീഫ് ഇലക്ഷൻ ഏജന്റ്. ഇതൊന്നും നിങ്ങൾക്കില്ല, നിങ്ങളുടെ സഖ്യകക്ഷികൾക്കും ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന അപകടം എന്താ അറിയോ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഫ്രോഡാണ് എന്ന് ലോകത്തോട് പറയുകയാണ്. ഒന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി സംശയം ഉന്നയിച്ചാൽ വിദേശ രാജ്യങ്ങളുള്ളവർ BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല അതിനെ കാണുക. ഇന്ത്യയിലെ മൊത്തം സംവിധാനം, രാഹുൽ ഗാന്ധിയും CPM-ഉം എന്താ പറയാ മമതാ ബാനർജിയും എല്ലാവരും ജയിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ കാര്യങ്ങൾ കുളമാണ് എന്ന് വിദേശ രാജ്യങ്ങൾ തെറ്റിദ്ധരിക്കും. അവിടെയാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് ഇലക്ഷൻ സംവിധാനത്തെ കുറ്റം പറയാൻ അധികാരമില്ല. സ്പെസിഫിക് കേസ് എടുത്ത് ഫയൽ ചെയ്താൽ ഓക്കെ. നിങ്ങൾ 235 അത് ചെയ്യാത്തിടത്തോളം കാലം അതിന്റെ ഉദ്ദേശശുദ്ധിയെ ഈ രാജ്യത്തുള്ളവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ജന ഡിബേറ്റ് തുടരുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ സഖ്യത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസ്, രാഹുൽ ഉയർത്തിപ്പിടിക്കുന്നത് ഈ CSDSന്റെ ഡാറ്റയുമായി ബന്ധപ്പെട്ടാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CSDS പുറത്തിറക്കിയ ഡാറ്റകളിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്നും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും CSDSന്റെ മേധാവികൾ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ വോട്ട് ചോരി ആരോപണം എന്ന് പറയുന്നത് അതിനെ സംശുദ്ധമായ ഒരു പ്രക്രിയയെ കാണാൻ കഴിയുമോ? കാരണം തെറ്റായ ചില ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ രാജ്യത്തിനെതിരെ, തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെ ഇങ്ങനെയൊരു ക്യാമ്പയിൻ നടത്തുന്നത് ശരിയാണോ? വിവിധ ഏജൻസികൾ നൽകിയ ഡേറ്റ അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടും കോൺഗ്രസ് പാർട്ടി തന്നെ നടത്തിയ ഒരു സ്റ്റഡി, ഏതാണ്ട് 40 ദിവസത്തോളം 40 പേരടങ്ങുന്ന ഒരു ടീം ഏതാണ്ട് 6 മാസത്തോളം കഠിനാധ്വാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്ത ഡേറ്റ, ആ ഡേറ്റാ ബേസിൻ്റെ ഒരു ഭാഗമാണ് സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ് CSDS നടത്തിയ സർവേ. ആ സർവേ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ്, ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് 3 സംസ്ഥാനങ്ങൾ, കർണാടക സംസ്ഥാനത്തെ ചില സീറ്റുകൾ, ഹരിയാന സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഇതെല്ലാമാണ് ഫോക്കൽ പോയിന്റായി വന്നത്. അതുകൊണ്ടൊരു ഓൾ ഇന്ത്യ നറേറ്റീവ് കൊടുക്കുകയാണ്. കർണാടകത്തിലെ ഒരു മണ്ഡലം സാമ്പിളായി എടുത്തുകൊണ്ട്, മഹാദേവപുര മണ്ഡലം സാമ്പിളായി എടുത്തുകൊണ്ട് അവിടെ 1,250 വോട്ടുകൾ തീർച്ചയായും അത് തെറ്റായ രീതിയിൽ ആഡ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഇമ്പാക്റ്റിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ സാധിച്ചത്. ഇതാണ് ബേസിക് കണ്ടൻഷൻ. അങ്ങനെയെങ്കിൽ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് 25-ലധികം ലോക്സഭാ മണ്ഡലങ്ങളിൽ സമാനമായ രീതിയിലുള്ള വോട്ട് ചോരി നടന്നു എന്നാണ്. അതിന് ഉപോത്ബലകമായി പറയുന്നൊരു കാര്യം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത് തുടരുകയും മഹാരാഷ്ട്ര സംസ്ഥാനത്ത് 48 ലോക്സഭാ മണ്ഡലങ്ങളിൽ 30 മണ്ഡലങ്ങളിൽ കോൺഗ്രസും മഹാവികാസ് അഗാദി ജയിച്ചു വരികയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 288 മണ്ഡലങ്ങളിൽ കേവലം 50 മണ്ഡലങ്ങളിൽ താഴെ മാത്രമാണ് കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും ഉദ്ധവ് ശിവസേനയും എല്ലാം ചേർന്ന മഹാവികാസ് അഗാദിക്ക് വിജയിക്കാനായത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3-4 ആരോപണങ്ങളാണ് മഹാരാഷ്ട്രയെക്കുറിച്ച് വന്നത്. അതിൻ്റെ ബേസ് മെറ്റീരിയൽ എടുത്തിരിക്കുന്ന പ്രധാന സോഴ്സാണ് CSDS റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ബൂത്ത് ലെവൽ ഏജൻസ് നൽകുന്ന ഒരു റിപ്പോർട്ടുണ്ട്, ബൂത്തിൽ ഇരുന്ന ആളുകൾ നൽകുന്ന റിപ്പോർട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ സംഘടനാ സംവിധാനമുള്ള, അതുപോലെ ശിവസേനയ്ക്ക് സംഘടനാ സംവിധാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്, അത് മറക്കുന്നില്ല. അതേസമയം ആധികാരികമായി, സാധാരണഗതിയിൽ ആധികാരികമായി കാണേണ്ട ഒന്നാണ് CSDSന്റെ റിപ്പോർട്ടുകൾ. കാരണം അത് ലോക് നീതി ഒക്കെ സാമാന്യ വിശ്വാസ്യതയുള്ള സർവേ ഏജൻസികളാണ്. അതിൻ്റെ തലപ്പത്തുള്ള ഡയറക്ടർ ആണല്ലോ സഞ്ജയ് കുമാർ ഒരു അഡ്മിഷനുമായി രംഗത്ത് വരികയാണ്. ഞങ്ങളുടെ
ചില മണ്ഡലങ്ങളിലെ ഞങ്ങളുടെ നിഗമനം തെറ്റിപ്പോയി. 2 മണ്ഡലങ്ങളിൽ 40% വോട്ട് വ്യത്യാസം വന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 40% വോട്ട് കുറവായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ. മറ്റ് 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് 36% വോട്ട് കൂടിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 36% വോട്ട് കൂടിയിരിക്കുന്നു മറ്റ് 2 മണ്ഡലങ്ങളിൽ. ഇങ്ങനെ 4 മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ഡേറ്റ എൻട്രിയിൽ വന്ന ഇറർ, അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്തതിൽ വന്ന ഒരു പിശക് അദ്ദേഹം വളരെ കാര്യമായി അത് ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റ് പിന്നീട് അത് മായ്ച്ചു കളഞ്ഞു. പക്ഷേ അതിനുള്ളിൽ തന്നെ കോൺഗ്രസിൻ്റെ പവൻ ഖേര ഉൾപ്പെടെയുള്ള ആളുകൾ അത് റീട്വീറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്തു. അവസാനം ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിൽ അതൊന്നും തന്നെ അവൈലബിൾ അല്ല. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ there was an open admission from the surveyors, സർവേ ചെയ്ത ആളുകൾ. അത് പ്രധാനമായും സഞ്ജയ് കുമാറാണ്. അപ്പം സഞ്ജയ് കുമാറും ടീമും പറയുന്നു ഞങ്ങളുടെ സർവേ പൂർണ്ണമായി ആധികാരികമായി കാണാനാവില്ല. പക്ഷേ ഇതിനകത്തൊരു റൈഡർ കൂടിയുണ്ട് നീലിമ. അതായത് എല്ലാ മണ്ഡലങ്ങളിലും 288 മണ്ഡലങ്ങളിലും സർവേ നടക്കുന്നു. അതുപോലെ 48 ലോക്സഭാ മണ്ഡലങ്ങളിലും സർവേ നടക്കുന്നു. അതിൽ ചില മണ്ഡലങ്ങളിൽ ഗ്ലെയറിംഗ് എറേഴ്സ് അല്ലെങ്കിൽ ഒമിഷൻസ് സംഭവിച്ചു. ഇതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന രീതിയിലാണ് അഡ്മിഷൻ വന്നത്. അതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളുടെ ഒരു നിഗമനങ്ങൾ ശരിയാണോ? ഇനി അതെല്ലാം ഉൾപ്പെടുന്ന ഡേറ്റ രാഹുൽ ഗാന്ധി എടുക്കുന്നു. വോട്ടിംഗ് അവസാനിച്ച സമയവും വോട്ടെണ്ണൽ സമയത്തിനും ഇടയിൽ 8% വോട്ടാണ് മാറ്റം വന്നിരിക്കുന്നത്. അതൊരാരോപണം. മറ്റൊരാരോപണം എന്ന് പറയുന്നത് ഏതാണ്ട് 1 കോടിയിൽ പരം വോട്ടേഴ്സ് ആർ ആഡഡ് ഇൻ 5 months ടൈം. അതായത് 5 വർഷം കൊണ്ട് വർദ്ധിച്ച നമ്പറിനേക്കാൾ കേവലം 5 മാസം കൊണ്ട് വർദ്ധിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും രാഹുലിന്റെ ആ വിവാദമായ വാർത്താ സമ്മേളനത്തിൽ ചില വ്യക്തികളെ കാണിച്ചുകൊണ്ടായിരുന്നു ഇവർ കള്ള വോട്ട് ചെയ്തതാണ്, ഇവർ വ്യാജ വോട്ടർമാരാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രതികരണങ്ങൾ വന്നത്. അപ്പോൾ തന്നെ കർണാടകയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വ്യാജ വോട്ടർമാരാണ് എന്ന് ചിത്രീകരിച്ച് രാഹുൽ ആ വാർത്താ സമ്മേളനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതേ യഥാർത്ഥ വോട്ടർമാർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങ് പറഞ്ഞു മഹാരാഷ്ട്രയുടെ കാര്യം മാത്രമല്ല, ബീഹാറിൽ 2 വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പ്രധാനമായും ഈ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയത്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് പറഞ്ഞ് പഠിപ്പിച്ച പ്രകാരം പറയേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ വോട്ടർ പട്ടികയിലുണ്ട്, മറ്റൊരാൾ അന്തിമ വോട്ടർ പട്ടികയിലില്ല എന്ന് പറയുന്നു. പക്ഷേ കരട് വോട്ടർ പട്ടികയിൽ പോലും അയാളില്ല. പക്ഷേ അയാൾ RJDയുടെ ബൂത്ത് ഏജന്റ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടില്ലേ സ്വാഭാവികമായും? സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും നീലിമ. കാരണം ഇവിടെ ഒരു ലാർജർ പിക്ചറാണ് ശ്രീ രാഹുൽ ഗാന്ധി വരച്ച് കാട്ടാൻ ശ്രമിച്ചത്. ഒരു ലാർജർ പിക്ചറാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഘടനാപരമായി സയൻറ്റിഫിക്കായി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സയൻറ്റിഫിക്കായി വോട്ട് റിഗ് ചെയ്യുകയാണ്. അതായത് ഈ പടക്കമെറിഞ്ഞും അല്ലെങ്കിൽ ഉടുക്ക് കുട്ടിയും അല്ലെങ്കിൽ ചെണ്ടമേളത്തോടു കൂടിയും വന്ന് വാളും പരിചയമായിട്ട് വന്ന് ബൂത്ത് പിടിച്ചെടുക്കുന്ന കാലം കഴിഞ്ഞു. അതിനു പകരം ഘടനാപരമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടത്തി അത് പേര് ചേർക്കുമ്പോൾ മുതൽ വ്യാജ വോട്ടർമാരെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ മുതൽ വെട്ടിനിരത്തലുകൾ ചെയ്യുമ്പോൾ വരെ ഉള്ള ഘട്ടത്തിലെല്ലാം തന്നെ വളരെ സയൻറ്റിഫിക്കായി ആ റിഗിങ് നടക്കുകയാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാനാണ് ശ്രീ രാഹുൽ ഗാന്ധി ചില കേസ് സ്റ്റഡികൾ എടുത്തത്. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന വളരെ അക്കാദമിക്കായി, അതായത് അദ്ദേഹം തന്നെ ഒരു അക്കാദമിക്കായിട്ട് തന്നെയാണ് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഫാക്ട്സും ഫിഗേഴ്സും വർണ്ണിക്കുന്നത്. പക്ഷെ അവിടെ ഫണ്ടമെൻ്റലായ ചില തെറ്റുകൾ, അത് അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സിൻ്റെ പോരായ്മയാകാം, അദ്ദേഹത്തിൻ്റെ തന്നെ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഒരു സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റഡി കപ്പാസിറ്റിയുടെ കുറവ് കൊണ്ടാകാം, സ്ക്രൂട്ടിനിയുടെ അഭാവം കൊണ്ടാകാം. എന്നിരുന്നാലും ഗ്ലെയറിംഗ് മിസ്റ്റേക്സ് വന്നു. അതുകൊണ്ട് ഒരു ലാർജർ, ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഒരു ലാർജർ പിക്ചർ വരച്ചു കാട്ടാൻ ശ്രമിക്കുമ്പോൾ ഒറ്റപ്പെട്ട ഏതാനും എറേഴ്സ് മാത്രം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണ്ഡലങ്ങളിൽ വന്ന ഡിസ്ക്രിപ്പൻസി മാത്രം എടുത്തുകൊണ്ട് എങ്ങനെയാണ്? പക്ഷേ ഇതേ ആർഗ്യുമെന്റ് തിരിച്ചും ചോദിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ പെടുന്ന ഒരു മണ്ഡലം മാത്രമാണ് ഈ പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം. അതിലെ ഒരു നിയമസഭാ സെഗ്മെന്റ് സാമ്പിളായി എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആർഗ്യുമെന്റ് 2 വശത്തും ഇത് ടെനബിൾ ആവില്ല. അതായത് BJP പറയുകയാണ് ഞങ്ങൾ ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഗ്ലെയറിംഗ് എറേഴ്സ് ആണ്, അതുകൊണ്ട് ഇത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല.
കോൺഗ്രസ് പാർട്ടി പറയുകയാണ് ഓക്കേ, ഒരു ഞാൻ അങ്ങയിലേക്ക് മണ്ഡലത്തിൽ വരാം. ഇതാ അഡ്വക്കേറ്റ് ബി. എൻ. കൃത്യമായ ഭാസ്കർ. ഇത് വന്നു, അവിടെയും ഇപ്പോൾ അത് ഈ ശരിയാവുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൊല്ലിയാണല്ലോ വലിയ വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. ഈ വയനാട് മണ്ഡലത്തെ കേന്ദ്രീകരിച്ചും വലിയ വിവാദങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. അതിന്റെ കറക്റ്റ് ഒരു ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമായി ചേർത്തു എന്ന് BJP ആരോപിക്കുന്നുണ്ട്. ഈ വയനാട്ടിൽ പ്രിയങ്ക വിജയിച്ച് കയറിയത് യഥാർത്ഥത്തിൽ അവിടെ വലിയ വിജയം പ്രിയങ്കയ്ക്ക് ഉണ്ടായോ, അതോ ഈ തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള തോട്ടം തൊഴിലാളികളെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നൊക്കെയാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ടെങ്കിലും പ്രിയങ്കയ്ക്കെതിരെയൊക്കെ സംസാരിക്കാൻ താങ്കൾക്ക് കഴിയുമായിരിക്കുമല്ലേ? നീലിമ, ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചാണ്. ആ വിശ്വാസ്യതയെ ആണ് പ്രതിപക്ഷം ഒന്നടങ്കം ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ചോദ്യത്തിന് പിന്നാലെ കൂടിയിരിക്കുന്നത്. അത് ഒരു കുടത്തിൽ നിന്ന് ഭൂതം തുറന്നുവിട്ടത് മാതിരി ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ കാർമേഘം ഉരുണ്ടുകൂടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോ എത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോ അതിനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിങ്ങൾ എന്തു നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല, സുതാര്യമായ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളതും സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളതും സുപ്രീം കോടതി അനൂപ് ബെൻസൻവാൽ കേസിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതിയെ നിയമിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ സ്വതന്ത്രത ഉറപ്പുവരുത്തുക എന്ന ബാധ്യതയാണ് ഇന്നിപ്പോ ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ ജനാധിപത്യവും നേരിടുന്നത്. അതിന് മറിച്ച് ഏതെങ്കിലും വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ വോട്ട് വർധനവ് ഉണ്ടായത് അത് കള്ള വോട്ടും ഇരട്ട വോട്ടും എന്നുള്ളതാണ്. എന്തുകൊണ്ട് പഞ്ചാബ് 2024 അവസാനം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ തങ്ങൾ സൂക്ഷിക്കാൻ നിയമപരമായി ബാധ്യതയുണ്ടായിരുന്ന മുഴുവൻ ഡിജിറ്റൽ രേഖകളും CCTV ദൃശ്യങ്ങളടക്കം നശിപ്പിക്കപ്പെട്ടു എന്നതൊരു വലിയ ചോദ്യമല്ലേ? അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ മൗനം വെടിഞ്ഞിട്ടില്ല. പകരം BJP എന്തു പറയുന്നോ അതുപോലെ പറയുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അവിടെ വോട്ട് വർധനവിനെ സംബന്ധിച്ച് മാത്രമല്ല ഞങ്ങളുടെ ആശങ്ക. അല്ല അഡ്വക്കേറ്റ് ബി. എൻ. ഭാസ്കർ, ഞാൻ നേരത്തെയും അങ്ങയോട് ഞാൻ ചോദിച്ചു, ഒരു വിശദീകരണം ചോദിച്ചാൽ, ഒരു സത്യവാങ്മൂലം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് രാഹുലിനത് നൽകാൻ കഴിയാതിരിക്കുന്നത്? എന്തായാലും രാഹുലിനെ കേരളത്തിലെങ്കിലും രാഹുലിനെ നിങ്ങൾ കൂടെ നിർത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിന് പുറത്ത് രാഹുലിന് പിന്തുണയും ഇവിടെ എതിർപ്പുമാണല്ലോ. അപ്പോൾ ഈ രാഹുലിന് അങ്ങനെയാണെങ്കിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അത് നിങ്ങൾ ഉൾപ്പെടെ ചോദിക്കേണ്ടതല്ലേ? നിങ്ങളുടെയും പൊളിറ്റിക്കൽ റൈവൽ ആണല്ലോ. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. 1960 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് പ്രകാരമാണ് സത്യവാങ്മൂലം കൊടുക്കേണ്ടത്. ആ സത്യവാങ്മൂലം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ട സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലമാണ് ഇത്ര നാൾ കഴിഞ്ഞിട്ട് കൊടുക്കണം ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത് ഏറ്റവും വിചിത്രമായ വാദമുഖമാണ് ഇലക്ഷൻ കമ്മീഷൻ ഉന്നയിക്കുന്നത്. മറ്റൊരു സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ജുഡീഷ്യൽ ഫോം അല്ല. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി പറയുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവ് തരൂ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് തെളിവ് കൊടുക്കാത്തത്? അപ്പോൾ തെളിവില്ല എന്ന് തന്നെയല്ലേ? മാത്രമല്ല, താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, 30 ദിവസമല്ല 45 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ 45 ദിവസത്തിനകത്ത് ഉണ്ടാകാത്ത എന്ത് പരാതിയാണ് താങ്കൾക്ക് അല്ലെങ്കിൽ രാഹുലിന് ഉണ്ടായത്? അപ്പോൾ CSDSന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് CSDS പോലുള്ള ഏജൻസികൾ, ആ ഏജൻസികളെ ഫണ്ട് ചെയ്യുന്ന ചില വിദേശ ശക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ഈ രാജ്യത്ത് അന്തഃഛിദ്രം സൃഷ്ടിക്കാൻ നടത്തുന്ന ഏജൻസികൾക്കൊപ്പം രാഹുൽ നിൽക്കുകയാണ്. ഒപ്പം നിങ്ങളും. അതാണ് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നതും അത് തന്നെയാണ്. അഡ്വക്കേറ്റ് ബി. എൻ. ഭാസ്കർ, അങ്ങനെ ആ ഭൂതം കുടത്തിലേക്ക് പോയിട്ടില്ല. കൂടുതൽ ഭൂതങ്ങൾ പുറത്തു വരികാൻ പോവുകയാണ്. നീലിമ, രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ തീവ്രവാദിയാക്കുന്ന ഏറ്റവും പുതിയ സൈദ്ധാന്തിക വശമാണ് RSSന്റേത്. ആ RSSന്റെ പ്രത്യയശാസ്ത്രം ഉന്നയിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ജനങ്ങളെ ഇപ്പൊ അതുകൊണ്ടാണല്ലോ
ഇലക്ഷനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫാക്ട് പറഞ്ഞു എന്നുള്ളതിന്റെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ സഞ്ജയ് കുമാറിനെതിരെ 175 BNS പ്രകാരം ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അപ്പോ എല്ലാ വസ്തുതകൾ പറയുന്നവർക്കെതിരെ കേസെടുക്കും എന്ന ഭീഷണിയാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. ആ ഭീഷണിയുടെ സ്വരം അല്ല വേണ്ടത്. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ സേനാപതി വേണു. ഇനി ഞാൻ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം, ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളുടെ കുഴലൂത്തുകാരായി നിങ്ങൾ ഇന്ത്യ മുന്നണി അധപതിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. രാഹുൽ ഉയർത്തിവിടുന്ന ഈ രാജ്യത്തിനെതിരെ ഉയർത്തിവിടുന്ന ഭീഷണി അത് കൃത്യമായി ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. അതിലേക്കാണ് വരുന്നത്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഒരു യുക്തിയുമില്ലാത്ത നിയമപരമായി നിലനിൽക്കാത്ത ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി രാഹുൽ പടച്ചുവിടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. നമ്മൾ ഏതാണ്ട് ഒരു 2014 മുതൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ നടത്തുന്ന യാത്ര, അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി നടത്തിയ ഭാരത് ജോഡോ യാത്ര പോലെയല്ല എന്നുള്ള വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ പുറത്തു വരികയാണ്. ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടും 10% വോട്ട് മാത്രമാണ് ഈ രാജ്യത്ത് നിന്നും രാഹുലിൻ്റെ പാർട്ടിക്ക് സമാഹരിക്കാനായത്. അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന ഉത്തമബോധ്യം രാഹുലിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അപ്പോൾ ചില നെറുകെട്ട മാർഗങ്ങളിലൂടെ ഈ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കുകയും അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാനും രാഹുൽ ശ്രമിക്കുന്നു എന്ന ആരോപണം വലിയ തോതിൽ ശക്തിപ്പെടുകയാണ്. ഒരു ബംഗ്ലാദേശ് മോഡൽ അട്ടിമറിക്ക് ഇത്തരത്തിൽ ചില വിദേശ ശക്തികളെ, വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഈ രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കുന്നു എന്ന വലിയ ആരോപണം ഉയർന്നു വരികയാണ്. അങ്ങയുടെ നിരീക്ഷണം എന്താണ്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ട്. ആരാ ഫരീദ് അറിയാം. BJPയുടെ തോറ്റു 3ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. ഞാനിങ്ങനെ പരിശോധിച്ചപ്പോഴാണ് കൗതുകകരമായ ഒരു കാര്യം കണ്ടത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3ാം സ്ഥാനത്തെത്തിയ ഒരാൾ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ കൊടുക്കുന്നത്. ഇന്ന് വരെ അങ്ങനെ കൊടുത്തിട്ടില്ല അല്ലേ. The first time a candidate who was relegated with 3rd position has filed an election petition. ഞാൻ ചോദിക്കട്ടെ, അത്ര പോലും സാമർത്ഥ്യം ഈ K മുരളീധരൻ ഇല്ലാണ്ട് പോയല്ലോ. അയാൾ 3ാം സ്ഥാനത്താണല്ലോ 84,000 വോട്ടിന്. സുനിൽ കുമാറോ ഫയൽ ചെയ്തില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ ആളാണല്ലോ ഈ K മുരളീധരൻ. തൃശ്ശൂരിൽ കള്ള വോട്ടുണ്ടെന്നാണ് പറയുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിൽ വെരിഫൈ ചെയ്ത് അതിനെതിരെ ഒരു തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഇയാളെ ആരാ തടഞ്ഞത്? ഇങ്ങോരെ ആരാ തടഞ്ഞത്? 3ാം സ്ഥാനത്തെത്തിയ ഞങ്ങൾ വയനാട്ടിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രിയങ്കയ്ക്ക് നോട്ടീസ് അയച്ചു, ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയച്ചു. ഇനി ഞാൻ താങ്കൾ പറഞ്ഞതിലേക്ക് വരാം. ഒരു അട്ടിമറി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും ഇന്ത്യ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. അത് വേറെ വിഷയം. പിന്നെ ബീഹാറിലെ വോട്ട് അധികാർ യാത്ര ഒരു സമ്പൂർണ്ണ പരാജയമാണ്. അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് വന്നു തുടങ്ങി, ആളില്ല. പിന്നെ കൗതുകകരമായ ഒരു കാര്യം, ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് പുർലിയ, സീതാമർഹി, കിഷൻഗഞ്ച്, അതായത് ഉത്തര ബീഹാറിലെയും കിഴക്കൻ ബീഹാറിലെയും തെക്കൻ ബീഹാറിലൂടെ മുസ്ലിം ജനസംഖ്യ 10% മേലെയുള്ള സ്ഥലങ്ങളിലൂടെ മാത്രം. അതിന്റെ ഡെമോഗ്രാഫിക് മാപ്പ്, ജനസംഖ്യാ മാപ്പ് അടക്കമുള്ള ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അതായത് ഉത്തര ബീഹാറിലെ മുസ്ലിങ്ങൾ 10% ജില്ലകളിലൂടെ യാത്ര ചെയ്ത് കിഴക്കൻ ബീഹാറിലെയും കിഷൻഗഞ്ച് മുതൽ താഴോട്ട് മുസ്ലിങ്ങൾ 10%-ലധികമുള്ള പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാണ്. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ പോകുന്നില്ല. ആലോചിച്ച് നോക്കണം, പട്ന നഗരത്തിൽ ഹീസ് നോട്ട് ഗോയിങ്. പിന്നെ ബീഹാറിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമായ നളന്ദയിൽ പോകുന്നില്ല. ഇയാൾ അവിടെ ഒന്നും പോകുന്നില്ല. ഈ സെൻട്രൽ ബീഹാറിൽ പോകുന്നില്ല, വെസ്റ്റേൺ ബീഹാറിൽ പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. മുസ്ലിം ജനസംഖ്യ 10%-ലധികമുള്ള സ്ഥലങ്ങളിൽ മാത്രം. എന്നിട്ട് പോയി പറയുന്നത് നിങ്ങളെയൊക്കെ മുസ്ലിങ്ങളുടെയൊക്കെ വോട്ട് എടുത്ത് കളയും, റേഷൻ കാർഡ് പേര് വെട്ടും, പാകിസ്ഥാനിൽ ബംഗ്ലാദേശിലേക്ക് പറഞ്ഞയക്കും. ഇതൊക്കെയാണ് പറയുന്നത്. എന്തോ ചെയ്യട്ടെ, അതിന് ആളൊന്നും ഇല്ല. ഈ യാത്ര കൊണ്ട് ഗുണത്തെക്കാൾ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് വളരെ ലളിതമായി പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ കണക്കുകൾ തെറ്റാണ്.
ഒന്ന്, നിങ്ങൾ ബാംഗ്ലൂർ സെൻട്രൽ കണക്ക് 7-1 അല്ല 4-4 രണ്ട്, ഏറ്റവും വലിയൊരു തമാശ, ബാംഗ്ലൂരിന് സെൻട്രലിൽ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ ഒരു മുറിയിൽ 35-40 വോട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥന്റെ പേര് ജയറാം റെഡ്ഡി. അദ്ദേഹം NDTVയിൽ പരസ്യമായി വന്ന് പറഞ്ഞു, ഐ ആം എ കോൺഗ്രസ് വർക്കർ, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോ ആരാ അപ്പം ഈ കള്ളവോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആരാ വ്യാജ വോട്ട് സൃഷ്ടിച്ചത്? അത് ശരിയാണെങ്കിൽ, ആ ആരോപണം ശരിയാണെങ്കിൽ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ആരോപണം ശരിയാണെന്ന്, കാരണം അത് തെളിയിക്കപ്പെടേണ്ട, കോടതി തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ബിൽഡിങ്ങിന്റെ മുതലാളി ജയറാം റെഡ്ഡിയാണ് ഐ ആം എ കോൺഗ്രസ് വർക്കർ എന്ന് അയാൾ പരസ്യമായി TV ചാനലിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ കോൺട്രഡിക്ഷൻ ആണ് ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെ സെൽഫ് കോൺട്രഡിക്ടറി ആണ്. ഇവർ വലിയ കുഴപ്പത്തിൽ പോയി ചാടിയിരിക്കുകയാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ നിരവധി കേസുകളിലൂടെ, ഹൈക്കോടതി വിധികളിലൂടെ, സുപ്രീം കോടതി വിധികളിലൂടെ ചെത്തി മിനുക്കിയ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് നമ്മുടേത്. അത് ഫുൾ പ്രൂഫ് ആണ് ഒരിക്കലും ഞാൻ പറയില്ല. ഒരിക്കലും അത് ഫുൾ പ്രൂഫ് ആണ്, 100% കറക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. അത് കറക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. BLA-മാർ നിയമിക്കപ്പെടുന്ന ബൂത്ത് തല ഏജന്റുമാരെ നിയമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം. അതിനുവേണ്ട നിയമ നടപടികൾ പരാതികൾ കൊടുക്കാനും വേണ്ടി വന്ന നിയമ നടപടികൾ ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. ദൗർഭാഗ്യപരമായി എന്ന് പറയട്ടെ, ഇതൊന്നും ചെയ്യാതെ ഈ എല്ലാം കഴിഞ്ഞിട്ട് കുറെ ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടിട്ട് നാട്ടിലെ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് അത്യന്തം ദോഷകരമാണ്. ആർക്ക്? ഇത് ചെയ്യുന്നവർക്ക്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ഇലക്ഷൻ കമ്മീഷൻ ഒരു ചുക്ക് സംഭവിക്കില്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഒരു ചുക്ക് സംഭവിക്കില്ല. ഇവർ കുഴിച്ച കുഴിയിൽ ഇവർ വീഴുന്നത് ഇപ്പൊ വീണ് തുടങ്ങി, ഓരോരുത്തരെ വീണ് തുടങ്ങി. ഇനിയും ഒരുപാട് ആൾക്കാർ വീഴും. അത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ വീഴുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ രാഹുലിന്റെ അവസ്ഥ. ഇപ്പോൾ നോക്കൂ, രാഹുലിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഈ സഞ്ജയ് കുമാർ, CSDS-ന്റെ മേധാവി എന്ന് പറയുന്നത്. അങ്ങ് നേരത്തെ ഈ ICSSR-ന്റെ തുച്ഛമായ ഫണ്ടിനെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ ദശകങ്ങളായി ഈ CSDS-ന് ഫണ്ട് നൽകുന്നത് ഫോർഡ് ഫൗണ്ടേഷനാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ സ്വന്തം ഉപകരണമാണ് ഈ ഫോർഡ് ഫൗണ്ടേഷൻ എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ലല്ലോ. നോക്കൂ, ഇവിടുത്തെ വോട്ടർ ക്രമക്കേട് ആരോപിക്കുന്നത് ഒരു ഒമിദ്വാർ നെറ്റ്വർക്ക് ആരോപിക്കുന്നുണ്ട്. ബീഹാറിലേക്ക് ആരോപിച്ചത് അവരാണ്. ADR എന്ന് പറയുന്ന ഒരു അസോസിയേഷനുണ്ട്, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം എന്നാണ് അതിൻ്റെ പേര്. ഇതെല്ലാം ഈ സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്ത് ഇവിടെ വളർത്തിവിടുന്ന പ്രസ്ഥാനങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥ വരദരാജനെയൊക്കെ അറസ്റ്റ് ചെയ്തല്ലോ. ഈ വയറിനടക്കം ഇതുപോലെ മാധ്യമങ്ങൾക്കടക്കം രാജ്യവിരുദ്ധമായ വാർത്തകൾ, രാജ്യവിരുദ്ധമായ അജണ്ടകൾ സൃഷ്ടിക്കുന്നതിന് പണം നൽകുന്ന ഫോർഡ് ഫൗണ്ടേഷൻ CSDS-ന് പണം നൽകി എന്ന് സഞ്ജയ് കുമാർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. കാനഡയിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട്. കാനഡ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ. അവിടുത്തെ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ഫണ്ട് CSDS-ന് ലഭിക്കുകയാണ്. UK-യിൽ നിന്ന് ലഭിക്കുകയാണ്. UK-യിലെ ചില ജിഹാദി ഗ്രൂപ്പുകളിൽ നിന്നും CSDS-ന് ലഭിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഒരു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ സഞ്ജയ് കുമാർ വളരെ കൃത്യമായി അടിവരയിട്ട് തനിക്ക് ഈ തരം ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായി ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ രാഹുലും കൂടി ഇറങ്ങിയിരിക്കുന്നു. രാഹുൽ അങ്ങനെ വിദേശ അജണ്ടയുടെ ഒരു ടൂളായി വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ചോദ്യം എന്നോടാണ്? താങ്കളോടാണ് പറഞ്ഞത്. താങ്കൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ ഇടയില്ലാത്തൊരു കാര്യം ഞാൻ വിശദമായി അങ്ങയെ കേൾപ്പിച്ചതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ നീലിമ, ഒരു $20 കോടി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെ ജനാധിപത്യം ശക്തിപ്പെടുത്താനായിട്ട് നമ്മുടെ ലോകഗുരുവിന്റെ കാലത്ത് വന്നതിനെ കുറിച്ച് നീലിമയ്ക്ക് ഓർമ്മയുണ്ടാവുമോ? ഞങ്ങളൊന്നും അല്ല അത് പൈസ മേടിക്കുന്നത്. 20 കോടി രൂപ ഇന്ത്യയിലെ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ. അവർക്ക് അവിടെ ജനാധിപത്യം ശക്തിപ്പെടുത്തിയാൽ പോരല്ലോ. അപ്പോ ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഞങ്ങൾ നടത്തിയ ഭാരത് ജോഡോ ഒക്കെ കൊണ്ട് 303-നെ 240-ലാക്കി. ഞങ്ങൾ ഇനിയും യാത്രകൾ തുടരുമ്പോൾ 240, 140-ൽ എത്തും. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തണമെങ്കിൽ എന്താണ്?
ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, അങ്ങനെ എറിഞ്ഞു കൊല്ലാം എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ ആ ധാരണയൊന്നും നടക്കില്ല. ഇവിടെ ശ്രീപത്മനാഭൻ എടുത്തെടുത്ത് സിമ്പിളായ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടില്ലേ പറഞ്ഞു. ഞാൻ വളരെ സിമ്പിൾ അല്ല. നീലിമ ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ ഇന്റർഫിയറിംഗ് അല്ല, നിങ്ങൾ ശ്രീപത്മനാഭൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്നില്ല. വൈൽ ഐ ആം ടോക്കിംഗ് യു ആർ ഇന്റർഫിയറിംഗ് ഇൻ വെരി മച്ച്. അത് ഇറ്റ് ഈസ് വെരി സോറി. ഇറ്റ് ഈസ് നോട്ട് ഫെയർ ഇൻ എ ഡിബേറ്റ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു. സേനാപതി വേണു പറയുന്നത് വിവരക്കേടാണ്, തെറ്റാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ശ്രീപത്മനാഭൻ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇലക്ഷൻ പെറ്റീഷന്റെ ഫയൽ ചെയ്തില്ല, ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തില്ല. ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത ഒരാളാണല്ലോ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനെതിരെ എന്താ പറഞ്ഞേ സ്വരാജ്. അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി. എന്റെ ഇലക്ഷൻ പെറ്റീഷൻ മൂന്നാറിൽ ദേവികുളത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, തോറ്റ സ്ഥാനാർത്ഥി ശ്രീ ഡി കുമാർ അവിടെ വിജയിച്ച എ രാജയ്ക്കെതിരെ ഇലക്ഷൻ പെറ്റീഷനുമായി പോയി. ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിച്ചു മുകളിലോട്ട് പോയി. ഞാൻ ശ്രീപത്മനാഭൻ പറഞ്ഞ കാര്യം എനിക്ക് മറുപടി പറഞ്ഞില്ല. ആളുകളെ തെറ്റി അല്ല രാഹുലിന്റെ പുറകിൽ ഇന്ത്യയിലെ കോൺഗ്രസുകാർ, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ, രാഹുലിന്റെ പുറകിലുള്ള ഇന്ത്യയിലെ കോൺഗ്രസുകാർ, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളും അവര് BJP-ക്കാരുടെ ഉറക്കം കെടുത്തും. ഒരു സംശയവും വേണ്ട. അവര് BJP-ക്കാരുടെയും നരേന്ദ്രമോദിയുടെയും ഉറക്കം കെടുത്തും. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ. അപ്പോൾ CSDS-ന്റെ ഫണ്ട് ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് എന്തിനാണ് ഉത്തരം മുട്ടുന്നത് ഇക്കാര്യത്തിൽ? അല്ല, എനിക്ക് ഉത്തരം മുട്ടേണ്ടത് 11 കൊല്ലമായിട്ട് ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളാ, BJP-ക്കാരാ. 11 കൊല്ലമായിട്ട് ഈ വരുന്ന ഫണ്ടുകളെ അതിന്റെ സോഴ്സിൽ നിന്ന് തടഞ്ഞ് അവനെയൊക്കെ അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചിട്ടുണ്ട് ഭാരതത്തിൽ. അതെ, ഇത് രണ്ടും കൂടെ പറയരുത്. അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചു എന്ന് പറയുന്നു. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് മരവിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് നീലിമ ഫണ്ട് മരവിപ്പിച്ചു എന്ന് താങ്കൾ തന്നെ പറയുന്നു. അതേ വായിൽ തന്നെ താങ്കൾ പറയുന്നു ഈ ഫണ്ടുകൾ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും BJP-യുടെ കയ്യിൽ. രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും രാഹുൽ ഗാന്ധിക്ക് രാജ്യവിരുദ്ധമായ ഫണ്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് പിടിച്ചോന്നേ. അതിനെന്തെങ്കിലും തർക്കമുണ്ടോ? ഇവിടെ 65 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വരുന്നു. 40,000 ആളുകളുടെ പേരിൽ അച്ഛന്റെ സ്ഥാനത്ത് ചോദിക്കുന്നത് 0 അല്ല, വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് 0. അപ്പൊ പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരുണ്ട്. നരേന്ദ്രമോദി പറയുന്നത് രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് ഞങ്ങൾ വീട് കൊടുത്തു, ഇനി ഒരാൾക്കും വീട് കൊടുക്കാനില്ല, ശൗചാലയം കൊടുത്തു. അപ്പൊ പിന്നെ എങ്ങനെയാ ഈ വീടില്ലാത്ത ആളുകൾ വരുന്നത്? അപ്പൊ വീടില്ലാത്ത ഇത്രയും ആളുകൾ എങ്ങനെയാ ഈ കർണാടകത്തിൽ മഹാദേവപുര ദശകങ്ങൾ രാജ്യം ഭരിച്ച നിങ്ങളാണ് അതിൽ പ്രാഥമികമായി പറയേണ്ടത്. ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഇപ്പോഴത്തെ ഈ ചെയ്തിയുമായി ബന്ധപ്പെടുത്തി ചില ആശങ്കകൾ രാജ്യത്ത് ഉയരുകയാണ്. നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ്. ഈ ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായ രീതിയിൽ അവിടുത്തെ സർക്കാരിനെ ഒന്നും ചെയ്യാൻ സാധിക്കാതായപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അവിടെ ഇടപെട്ടതിൻ്റെ വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെയും നോക്കിക്കാണേണ്ടത് എന്നുള്ള വിമർശനം ശക്തമാകുകയാണ്. ഇവിടെ ഇത്തരത്തിൽ നുണകൾ കൊണ്ട് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പുറത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ? നീലിമ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എക്കാലത്തുമുണ്ട്. തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ആഗോള വ്യവസ്ഥകളെ ക്രമീകരിച്ചെടുക്കാൻ വേണ്ടി അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്ലാമറേഷനാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. അതിൽ റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റ് എലമെൻറ്റുകൾ പലതുമുണ്ട്. അതിൽ CIA-യുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ആത്യന്തികമായ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സമിതി, അല്ലെങ്കിൽ ഔപചാരിക സമിതിയല്ല, അവരുടെ ഇൻട്രസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അദൃശ്യ സാന്നിധ്യം. ഇവർ പല രൂപത്തിലാണ് രാജ്യങ്ങളിൽ പ്രഭാവം ചെലുത്തുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് പെർമനൻ്റായി നിൽക്കാത്ത രാജ്യങ്ങളിൽ അവർ പ്രഭാവം ചെലുത്തുന്ന പല രീതിയിലാണ്. ഇവിടെ ബംഗ്ലാദേശിൻ്റെ ഉദാഹരണം പറഞ്ഞു. അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ ഇളക്കി വിട്ടുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഒരു വലിയ അട്ടിമറിയുടെ പ്രതീതി സൃഷ്ടിക്കുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതും ആ ഒരു കാരണത്താലാണ്. ഇവിടെ ഇപ്പോൾ ഇതൊരു ആരോപണം മാത്രമാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ആരോപണം മാത്രമാണ്. ഡീപ് സ്റ്റേറ്റ് അമേരിക്ക ത്രൂ ഫോർഡ് ഫൗണ്ടേഷൻ
and also through George Soros associates are trying to get into the research establishments in India. അപ്പോൾ ഗവേഷണം നടത്തുന്ന സെഫോളജി റിലേറ്റഡ് ഇലക്ടറൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഡെമോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണം നടക്കുന്ന അക്കാദമിക റിസർച്ച് സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറ്റം നടത്തുകയും ആ നുഴഞ്ഞുകയറ്റത്തിലൂടെ ലഭിക്കുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് പലറ്റബിളായി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്ന ഒരു ഗൂഢപദ്ധതി ഉണ്ട് എന്നാണ് ആരോപണം. ഇവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി ഫണ്ടിങ് വന്നത് എങ്ങോട്ടാണ്, അത് എവിടെയാണ് ചെലവഴിക്കപ്പെട്ടത്, ഏതെല്ലാം സ്റ്റഡിക്കാണ് ചെലവഴിക്കപ്പെട്ടത്, ആ ഫണ്ടിൻ്റെ ഇമ്പാക്റ്റ് ആണോ സ്റ്റഡി വികലമാകാൻ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ഇന്ത്യയുടെ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തുക, ആ രീതിയിൽ ഈ സ്റ്റഡിയുടെ ഫൈൻഡിങ് ഉപയോഗിക്കപ്പെടുത്തിയിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ടാകും. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഈ രാഹുലിൻ്റെ വോട്ടറാധികാര യാത്ര ബംഗ്ലാദേശ് മോഡലിനുള്ള അട്ടിമറി നീക്കമാണോ എന്നുള്ള വലിയ സംശയമൊക്കെ ബലപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ സോണിയയും ഈ ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. ദീർഘകാലമായി വളരെ അടുത്ത ചങ്ങാതിമാരാണ്. സോറോസിൻ്റെ കീഴിലുള്ള ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെയൊക്കെ വൈസ് പ്രസിഡൻ്റായി സോണിയ ഇരിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന ആ ചിത്രത്തിൽ തന്നെയുണ്ട് സോറോസ്. അത് കോൺഗ്രസിൻ്റെ ഹാൻഡിലിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ്. ജോർജ് സോറോസും സോണിയയും തമ്മിലുള്ള വലിയ ബന്ധം. അങ്ങനെ സോറോസിന് വലിയ സ്വാധീനമുള്ള ഫോർഡ് ഫൗണ്ടേഷൻ ഇവിടെ പണമിറക്കുകയാണ് CSDSന് വേണ്ടി. അതുപോലെ ADR രംഗത്ത് വരുന്നു. ഇതെല്ലാം സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ന്യായമായും സംശയിക്കേണ്ട വിദേശ കരങ്ങളെ ഇക്കാര്യത്തിൽ. ഒരു 2-3 വർഷം മുമ്പ് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു അന്താരാഷ്ട്ര വെളിപ്പെടുത്തലുണ്ടാവും. പെഗാസിസ്, അതുപോലെ തന്നെ നമ്മുടെ അഡാനി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അവരുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ വെളിപ്പെടുത്തൽ വരും. അത് ഏറ്റുപിടിച്ചിട്ട് പാർലമെന്റ് സമ്മേളനം അലങ്കോലമാക്കും. ഒരു പാർലമെന്റ് സമ്മേളനം അലങ്കോലമായത് പെഗാസിസിന്റെ പേരിലാണ്. ആ പെഗാസിസ് എവിടെ പോയി എന്ന് മഷിയിട്ട് നോക്കിയാൽ ഇപ്പൊ കാണാൻ സാധിക്കില്ല. ഇതുപോലെ പാർലമെന്റിന്റെ ഉള്ളിൽ ബഹളം ഉണ്ടാക്കാൻ ഇതൊക്കെ സഹായിക്കും. പാർലമെന്റിന്റെ പുറത്ത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതിനുള്ള ജനപിന്തുണയൊന്നും ഇവർക്കില്ല. ഇവര് വിളിച്ചാൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ആളുകളെ ഇട്ട് കിട്ടാനും പോകുന്നില്ല എന്ന പച്ച പരമാർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇവർക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വലിയ സംശയനിഴലിലാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഈ രാഹുൽ നടത്തുന്ന വോട്ടധികാര യാത്ര ഭാരത് ജോഡോ യാത്ര പോലെ അല്ല എന്ന് ഉള്ള വിലയിരുത്തൽ വളരെ ശക്തമാണ്. വിദേശ ശക്തികളുടെ സ്വാധീനത്തിലുള്ള ട്രോജൻ കുതിരയായി രാഹുൽ ഉയരുന്നു എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. ജനഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്ത് എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും ഡിബേറ്റ് പൂർണ്ണമാകുകയാണ്. നമസ്തേ.